സർ, ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ പ്രയോഗിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകം, പ്രത്യേകിച്ച് ഗൾഫ് മേഖല നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും. വർഷങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇറാൻ അത്തരത്തിലൊരു കൈവിട്ട കളി കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്രയേറെ വലിയൊരു പ്രകോപനം ഇറാന് മേലുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വലിയ വിപത്താകുന്ന ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തടുക്കാൻ അമേരിക്കയോ മറ്റു ലോകരാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിൽ മുൻകൈയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഇറാൻ ഇപ്പോൾ വളരെയധികം ഒരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ ഒരു പ്രസിദ്ധ വ്യവസായി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ റോയ് എന്ന ബിൽഡർ അടുത്ത് സ്വയം വെടിവെച്ച് മരിച്ചു. അത് എൻ്റെ ഒരു കോൺട്രവേഴ്സി ഒരുപാട് നമ്മൾ കേട്ടു. പല ചർച്ചകളും പല സ്ഥലത്തും പല തരത്തിലും നടന്നു. ആ സമയത്തൊക്കെ പല മാധ്യമങ്ങളും എഴുതി വിട്ടത് കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം കൊണ്ടാണ്, ഇൻകം ടാക്സ് അല്ലെങ്കിൽ ED ഇവരൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ ചെക്കിങ് ചെയ്തതിന്റെ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു ചർച്ച ആ സമയത്ത് ഒരു ഈ സ്തുതി പരന്നിരുന്നു. സത്യത്തിൽ ആ സമയത്ത് ഞാന് ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായി ചർച്ച വന്നപ്പോൾ ഒരാൾ പറയുകയാണ്, ഇത്തരത്തിൽ EDയും ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്, ഇതിലെന്താ ബുദ്ധിമുട്ടുള്ളത്? അപ്പോഴും ഞാൻ ചോദിച്ചു, നമ്മുടെ കണക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്താൽ അതിനുള്ള തീരുമാനമാവുമല്ലോ. ഇനി എന്തെങ്കിലും തെറ്റ് നമ്മൾ ഈ കണക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഫൈൻ അടയ്ക്കുകയേ വേണ്ടൂ, അല്ലാതെ നമ്മുടെ തല പിടിച്ച് വെട്ടിക്കളയൊന്നുമില്ല ഈ ഉദ്യോഗസ്ഥന്മാര്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോ ഒരുത്തൻ പറയാണ്, ഇദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യായിരുന്നു, ഏതായാലും സ്വയം വെടിവെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് അവരേനെയും വെടിവെച്ച് കൊല്ലായിരുന്നു അന്ന് പറഞ്ഞൊരു കാര്യമാണത്. അപ്പോ അതേ ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ പറയുന്നത്. ഇറാൻ ഇപ്പോ സ്വയം നശിക്കാൻ പോവുകയാണ്. ആ നശിക്കുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള ഒരു കടുംകൈ, കാരണം ഇവരുടെയൊക്കെ മനസ്സത്തരത്തിലാണ്. അല്ലെങ്കിൽ 1400 കൊല്ലം മുന്നേ ഷിയാക്കളുടെ പരമോന്നത നേതാവ് മക്കയിൽ നിന്ന് ഒളിച്ചോടി ഇറാഖിൽ വന്ന് നജ്ഹാരിൽ ഒരു മോസ്ക് പണിത് അവിടെ നിസ്കരിച്ചിരിക്കുമ്പോൾ, അതായത് വെള്ളിയാഴ്ച ദിവസം നിസ്കരിച്ചിരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ഇടയിൽ ഇതുപോലെ ബോംബ് കിട്ടി വന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് അദ്ദേഹം അന്ന് മരിച്ചുപോയത്. അപ്പോ സ്വയം പൊട്ടിത്തെറിക്കുന്നു. അപ്പോ സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല, മറ്റുള്ളവർ ചത്തുപോകട്ടെ എന്ന ചിന്താഗതി അന്ന് തന്നെയുണ്ട്. അപ്പോ ഈ സൗദി അറേബ്യയിലും സിറിയയിലും കുവൈത്തിലും ഇറാഖിലുമൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിസ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന് നിന്ന് പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരുടെ ജീവൻ കളയാൻ ഇവർക്ക് ഒരു മടിയുമില്ല. അതുപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ കണ്ടതാണ്, 10, 40, 50 അടങ്ങിയ സംഘത്തിനെ കീഴ്പ്പെടുത്തി അടിമകളാക്കി വെച്ച് നെഗോഷിയേഷൻ ചെയ്ത് പറഞ്ഞ പൈസ കിട്ടാതെ വരുമ്പോൾ അവരെ പബ്ലിക്കായി നിർത്തി വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ തല അരിഞ്ഞിടുന്നതൊക്കെ മൊബൈലിൽ പിടിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവന്മാർക്ക് ഈ ന്യൂക്ലിയർ ബോംബ് എടുത്ത് പ്രയോഗിക്കാനൊന്നും യാതൊരു മടിയും അവർക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾ അനുമാനിക്കണം, വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വരും ദിവസങ്ങളിൽ, അതായത് ഇപ്പോ ഖത്തറിൽ അന്ന് കാലത്ത് ഖത്തർ എനർജിയുടെ LPG പ്ലാന്റുകളെ ആക്രമിച്ചപ്പോൾ ഖത്തർ ആ പ്ലാന്റുകളെ ആക്രമിച്ചതിനെക്കാട്ടി മുന്നോടിയായിട്ട് ഖത്തർ അധികാരികള് ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്നറിയോ? ഇവിടെ ആർക്കും അറിയില്ല, ഇവിടെ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല. ഖത്തർ അത് ചെയ്തത് അവർക്കറിയാമായിരുന്നു, അവർക്ക് അവരുടെ ഉള്ളിലുള്ളത് കാരണമാണ് ആ സംവിധാനം അവിടെ അവര് ആൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഖത്തർ ചെയ്തത് അവിടുത്തെ വായുവിനെ ആദ്യം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, അതിന്റെ ഗുണനിലവാരം നോക്കുകയാണ് ചെയ്തത്. അത് സാധാരണമാണ്.
ലോകോത്തര നിലവാരം നിലനിർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഖത്തർ ചെയ്ത് അത് പബ്ലിഷ് ചെയ്തിരുന്നു. ഇതൊന്നും ഇവിടുത്തെ റിപ്പോർട്ട് ആരും പറഞ്ഞില്ല. അപ്പോ അവർക്ക് തന്നെ അത് നല്ല മനസ്സിലൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പോ ഓരോ മിസൈലും ഇറാൻ കൊണ്ടുവന്ന് ഇടുമ്പോൾ അവർ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇതിനുള്ള റെഡി പ്രിപ്പറേഷൻ അവിടെ ചെയ്തു കഴിഞ്ഞു. ആദ്യം അവർ അത് കത്തുന്നതോ അവിടുത്തെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതോ നോക്കുന്നതിന് മുന്നേ അവർ നോക്കുന്നത് അവിടുത്തെ വായുവിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്, വായു മലിനീകരണം നോക്കുകയാണ്. അത് സാധാരണ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇപ്പോൾ തന്നെ അവർ അതൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോ ലോക നിലവാരമായ വായു തന്നെയാണ്, മലിനീകരണം ഒന്നും ഇല്ലാതെ അവിടുത്തെ വായു നിലനിൽക്കുന്നു എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കാരണം പഴയ ഒരു ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അതായത് ഇറാഖ് സൗദി അറേബ്യയെ ആക്രമിച്ചിരുന്ന കാലത്ത്, അതായത് അധികം കൊല്ലൊന്നും ആയിട്ടില്ല, ആ വാറില് അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും സൗദി ഗവൺമെന്റ് ഒരു മാസ്ക് ധരിക്കാൻ കൊടുത്തിരുന്നു. കാരണം ന്യൂക്ലിയർ ബോംബ് കൊണ്ടുവന്നിടും, ന്യൂക്ലിയർ മിസൈൽ വരുമെന്ന് ആദ്യം കൂട്ടി പറയണ കാരണം എല്ലാവരും ഈ സൈറൺ അടി കേട്ടാൽ ഈ മാസ്ക് എടുത്ത് ധരിച്ചിട്ടാണ് പിന്നെ ഇരിക്കുക. അങ്ങനെ രാത്രി സമയത്ത് സൈറൺ അടിച്ചപ്പോ മാസ്ക് ഇട്ട് ധരിച്ച എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാണ്, അതേ രാത്രി മുഴുവൻ ഇത് ധരിച്ച് അവിടെ ഇരുന്നു. ഒരു നേരം വെളുത്തപ്പോ പുറത്ത് നോക്കി, ഇത് മാസ്ക് ഊരാറായോ ഒന്നും അറിയില്ല. അപ്പൊ പുള്ളി നോക്കിയ കാര്യം എന്താ അറിയോ? പുള്ളി മെല്ലെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ ഉറുമ്പുകളൊക്കെ എഴഞ്ഞു പോകുന്നുണ്ടോ എന്നാണ് പുള്ളി ആദ്യം നോക്കിയത്. കാരണം ഉറുമ്പുകൾക്ക് മാസ്ക് ഒന്നും ഇല്ലല്ലോ, പാവങ്ങള്, അവര് ഈ വായു ശ്വസിച്ച് മറ്റുണ്ടോ എന്ന് പുള്ളി തീരുമാനം വരുത്തിയിട്ടാണ് കുറച്ചു കഴിഞ്ഞത് ഈ മാസ്ക് ഊരിയത്. അപ്പോ അന്ന് വായു മലിനീകരണം നോക്കാനുള്ള ഈ സംവിധാനമൊന്നും ഇല്ല, ആ സർക്കാർ പോലും ചെയ്തിട്ടില്ല. അപ്പോ ഇന്ന് എനിക്ക് നമ്മുടെ ഉറ്റ മിത്രങ്ങളായ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനുള്ളത്. അവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ വളരെ ഒരു ഈദോ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒരു ഈദ് പെരുന്നാളും നിങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വളരെ മാനസിക സംഘർഷത്തിൽ തന്നെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. എന്നിരുന്നാൽ കൂടി ഈ മിസൈൽ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ പ്രിക്കോഷൻ ഏത് തരത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ വളരെ വ്യാകുലതയോടെ വിഷമത്തോടെ അതിന് മുൻകൈ എടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഒരിക്കലും ഈ ഇസ്ലാം കൺട്രിയിലെ പ്രത്യേകിച്ച് ഇറാൻ ഇറാഖ് പറയുന്ന ഇവർ എന്തെടുത്ത് പ്രയോഗിക്കുമെന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ വളരെ വിഷമം പിടിച്ച ദിവസങ്ങൾ തന്നെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വായു മലിനീകരണം കൂടുതൽ ശ്രദ്ധിക്കാനും അവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് വന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാൻ എന്തായാലും ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ചേക്കാം എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഒപ്പം ഗൾഫ് മേഖലകളിലെ വായു മലിനീകരണം, ഇത് രണ്ടും ചർച്ചയാവുകയാണ്. ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ ഏതെങ്കിലും തരത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഏത് വിധത്തിൽ ലോകത്തിന് അല്ലെങ്കിൽ ഗൾഫ് മേഖലയ്ക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. ലോകരാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതും ചോദ്യമാണ്. ഇറാൻ അത്രയേറെ പ്രകോപനത്തിലാണ്. ഇറാൻ മറ്റു വഴികളില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു തീരുമാനം ഇറാൻ എടുക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.